പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, നിന്റെ സ്വന്തം മക്കളായി ഞങ്ങളെ ചേർത്തു പിടിക്കണമേ. ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ ഞങ്ങളെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കണമേ. ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള പാപക്കറകൾ അങ്ങു കാൽവരിയിൽ ചിന്തിയ രക്തത്താൽ കഴുകി ഞങ്ങളിൽ നിന്ന് മായ്ച്ചു തരയണമേ. ഈശോനാഥ, അങ്ങയുടെ ആണിപ്പാടുള്ള കരത്താൽ ഞങ്ങളെ സ്പർശിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വന്ന് അങ്ങ് വാഴണമേ. ഈശോയെ, കുടുംബ ജീവിതങ്ങളിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈശോനാഥ, അവരെ അനുഗ്രഹിക്കണമേ. അവരെ നല്ല ഉയർന്ന സ്ഥാനങ്ങളിൽ അങ്ങ് എത്തിക്കണമേ. നല്ല മക്കളായി ജീവിപ്പാൻ അവരെ പഠിപ്പിക്കണമേ. ഈശോയെ, ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന മക്കളായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും വളർത്തുവാനും അതുപോലെ വളർന്നു വരുവാനും അങ്ങ് സഹായിക്കണമേ. ഈശോയെ, ഞങ്ങൾക്ക് കാവലായി കാവൽ മാലാഖമാരെ നിയോഗിക്കണമേ. ഞങ്ങൾ അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ അനുവദിക്കരുതേ. ഈശോയെ, ഞങ്ങളെ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്തു വെക്കണമേ. ഈശോനാഥ, ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങളിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളും മായ്ച്ചു തരയണമേ. രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാ രോഗികളെയും അനുഗ്രഹിക്കണമേ. രോഗത്തിൽ നിന്ന് പൂർണ്ണ വിടുതൽ കൊടുത്ത് അവർക്ക് സൗഖ്യം നൽകണമേ. ഈശോനാഥ, അങ്ങ് ഈ ഭൂമിയിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ അത്ഭുതങ്ങളും ഇനിയും ഞങ്ങളിൽ ഓരോരുത്തരിലും പ്രവർത്തിക്കണമേ. ഈശോയെ, തകർന്ന മനസ്സുമായി കണ്ണീരോടെ അങ്ങേ നോക്കി നിലവിളിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ. ഈശോനാഥ, എല്ലാവരുടെയും പ്രയാസങ്ങൾ കാണുകയും എല്ലാവരുടെ ആവശ്യങ്ങൾ അങ്ങേക്ക് അറിയുകയും ചെയ്യാമല്ലോ. ഈശോയെ, ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി കൈകൾ വിരിച്ചു പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിന്റെ വാതിൽ ഞങ്ങൾക്ക് നേരെ തുറന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, ഈ ഭൂമിയിൽ നന്മ ചെയ്ത് സ്വർഗം സ്വന്തമാക്കുവാൻ തക്കവിധം ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളിൽ നിന്ന് പാപക്കറകൾ മായ്ച്ചു തരയണമേ. ഈശോനാഥ, ഈ നോമ്പ് കാലഘട്ടത്തിൽ നന്മ ചെയ്ത് ജീവിച്ചുകൊണ്ട് അനേകർക്ക് മാതൃകാപരമായി ജീവിപ്പാൻ തക്കവിധം ഞങ്ങളെ അങ്ങ് പഠിപ്പിക്കണമേ. ഈശോയെ, തൊഴിലില്ലാത്ത മക്കളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈശോനാഥ, നല്ലൊരു തൊഴിൽ കൊടുത്ത് എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഈശോയെ, മക്കളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ നോമ്പ് കാലഘട്ടത്തിൽ എൻ്റെ ഈശോ എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്തു എന്ന് അനേകർക്ക് സാക്ഷികളാകുവാൻ തക്കവിധം ആ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ കുടുംബ ജീവിതങ്ങളെ ധന്യമാക്കണമേ. ഗർഭിണികളായ മക്കളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഗർഭാവസ്ഥയിൽ കഴിയുന്ന എല്ലാ മക്കൾക്കും തുണയായി അങ്ങ് കൂടെ ഉണ്ടാകണമേ. അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അങ്ങ് മാറ്റിക്കൊടുക്കണമേ. ഈശോനാഥ, ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ നീ പ്രവർത്തിക്കണമേ. ഒരു മരുന്നും കൂടാതെ അവരുടെ ശരീരത്തിലെ എല്ലാ രോഗങ്ങളിൽ നിന്നും വിടുതൽ കൊടുക്കണമേ. ഈശോനാഥ, തളർവാദ രോഗികളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ശരീരം തളർന്ന് കിടക്കയിലായി പോയവരെ എഴുന്നേൽപ്പിക്കണമേ. ഈശോയെ, അങ്ങയുടെ അനുഗ്രഹത്താലും കൃപയാലും രോഗസൗഖ്യത്താലും അവർ അനേകം മക്കൾക്ക് സാക്ഷികളായി ജീവിപ്പാൻ തക്കവിധം അവരെ ഒരുക്കണമേ. ഈശോനാഥ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഈശോനാഥ, നീ ഞങ്ങളെ സ്നേഹിച്ചു, നിന്റെ ജീവൻ നൽകി സ്നേഹിച്ചു. എന്നിട്ടും അതൊന്നും മനസ്സിലാക്കാതെ അങ്ങിൽ നിന്ന് ഏറെ അകന്നുപോയി. ഈശോയെ, ഞങ്ങളോട് കരുണയായിരിക്കണമേ, ഞങ്ങളോട് കൃപയായിരിക്കണമേ. ഈശോനാഥ, നിന്റെ സ്നേഹത്തിന്റെ മുൻപിൽ ഞങ്ങളിതാ കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ ഞങ്ങളെ അങ്ങയുടെ സ്വന്തം മക്കളായി സ്വീകരിക്കണമേ. ഈശോയെ, ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ. ഞങ്ങളുടെ ആകുലതകൾക്ക് മറുപടി നൽകണമേ. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങൾക്ക് സഹായമായി അങ്ങ് ഞങ്ങളുടെ സമീപത്തുണ്ടാകണമേ. എപ്പോഴും ഞങ്ങൾക്ക് കാവലായി കാവൽ മാലാഖമാരെ നിയോഗിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ
അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.